അങ്ങനെ വെക്കേഷനും ഒക്കെ കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവാനായി. അപ്പോൾ അതിന് മുൻപ് എൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത കുറച്ച് വീഡിയോ ആണ് ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഒരു അവധി കിട്ടുമ്പോഴാകുമ്പോൾ ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ വീട്ടിലെ ഒരു ദിവസത്തെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാനോട് ചായ കുടിക്കാൻ, ബാക്കി എല്ലാവരും ചായ കുടിച്ച് മോളെ തലയിൽ, അനിയത്തിൻ്റെ പേര് അമ്മു, ഓള് തലയിലൊക്കെ നോക്കി കൊടുക്കുകയാണ്. അപ്പോൾ മോൻ്റെ പേര് തേജു. അപ്പോൾ ഓനും തന്നെ ഞാൻ ചായ കുടിക്കുമ്പോൾ ഓനും തന്നെ കൊടുക്കുന്നുണ്ടോ, ഓൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ, കളിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കുറേ ഫോണിൽ നോക്കി വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് എനിക്ക് നേരം വൈകി ചായ കുടിക്കാൻ. അപ്പോൾ ഞാനങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അനിയത്തിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാങ്ങ കിട്ടിയിരുന്നു. കാരണം ഈ മരം വീണതുകൊണ്ടേ. അപ്പോൾ ഓരോ ഹോസ്പിറ്റലിലത്തെ ഒരു ആൾ ഓരോ വീട്ടിൽ മരം വീണ് കഴിഞ്ഞപ്പോൾ കുറേ മാങ്ങകൾ കിട്ടിയിരുന്നു, മാവ് വീണപ്പോൾ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നേന്നോട്. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് നല്ല തീറ്റ തിന്നെയാണ്. മഴയും മാങ്ങയും നല്ല രസമല്ലേ. അപ്പോൾ അതിനിടയിൽ ഞാൻ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പോണ വഴിയിൽ ചിരട്ടയിൽ കുറച്ച് വെള്ളമൊക്കെ നിറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു അത് കളയുകയായിരുന്നു, അതൊക്കെ അങ്ങനത്തെ സംഭവം എവിടെ കണ്ടാലും കളയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണ് ഞാൻ ഓളെ കൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വഴുതന തൈകൾ. ഞാൻ വരുമ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒന്ന് നോക്കുള്ളൂ, അമ്മ നോക്കൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്ക് അതിലേറെ പണി ഉണ്ടാവും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവില്ലേ. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇതൊക്കെ നടക്കണത്. ഉണ്ടായില്ലെന്നൊന്നുമില്ല, ഞാൻ കുഴിച്ചിടും. അതിൻ്റെ ഒരു ഹോബിയാണ്, എനിക്കൊരു ഇഷ്ടമാണ് അങ്ങനത്തെ കുഴിച്ചിടണതും. പിന്നെ അതുമ്മലുണ്ടാവുന്ന സാധനം വെച്ചുണ്ടാക്കണതൊക്കെ വലിയ കാര്യം കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാടും ഉണ്ട്. അപ്പുറത്ത്, അപ്പോൾ കാട് വെട്ടണതിൻ്റെ അപ്പുറത്ത് കുറച്ച് 2-3 മരടും കൂടെ ഉണ്ട്. പിന്നെ മഴയല്ലേ, നല്ല വേഗം കുറച്ച് മണ്ണും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ വേഗം ഉണ്ടാവും ചെയ്യും. പിന്നെ വേഗം നല്ല കാടായിട്ടുണ്ട്. ഈ മഴ കൊണ്ട് വേഗം കാടാവുന്നുണ്ട്. നമ്മളെന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കഴിക്കാം. എന്തിനാ വെറുതെ വിഷം പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നല്ല മണ്ണും കുഴിച്ചിടാൻ കുറച്ച് മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഉണ്ടാക്കാം എന്ത് സാധനം വേണമെങ്കിലും. ഇവിടെ എത്തുമ്പോഴാട്ടോ എനിക്ക് അധികം പുറത്തുനിന്ന് കടയിൽ നിന്ന് മേടിക്കലില്ല. കാരണം മുരിങ്ങയായിട്ടും ചേമ്പായിട്ടും അങ്ങനത്തെ ഇലക്കറികളായിട്ടും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വഴുതന തൈനും കാര്യങ്ങൾക്കൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മണ്ണും കാര്യങ്ങളും ഇടുമ്പോൾ ആ മഴയിൽ നല്ലോണം വളരുമല്ലോ. അപ്പോൾ ഹെൽപ്പറായിട്ട് മോനുണ്ട്. മോന് പിന്നെ എന്തിനും കൂടും. അപ്പോൾ ഞാൻ ചെയ്യണതിൻ്റെ അതേപോലെ ഓന് ചെയ്യും. പിന്നെ കൈക്കോട്ടാണോ ചോദിക്കുന്നത്, ഞാനതൊന്നും കൊടുത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ പുല്ല് പറിക്കാണ്ട് ഓന് തന്നെ അതേപോലെ പുല്ലും ഇതൊക്കെ പറിച്ച് എന്നെ സഹായിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വഴുതന തൈ. ഇതൊക്കെ ഉണ്ടായി കിട്ടിയാൽ നമുക്ക് കാര്യമല്ലേ. ഇപ്പോൾ തന്നെ അതുമേ മുട്ടും കായൊക്കെ പിടിച്ചിട്ടുണ്ട്. 2-3 മരം വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് കാനെല്ലായതുകൊണ്ട് അത് ശരിയായിട്ടില്ല. പിന്നെ ഇത് നേരെ മണ്ണിലായതുകൊണ്ട് വേഗം ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ അങ്ങനെ കാട് വെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. ഞാൻ കാണിച്ചു തരാം. സാമ്പാർ ചീര. ഇതാർക്കൊക്കെ അറിയാം ഈ സാമ്പാർ ചീര? ഞാൻ ചെറുതാകുമ്പോഴൊക്കെ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ അത് വെച്ചിരുന്നു. പക്ഷെ അന്ന് അന്തവും കുന്തമൊന്നും ഇല്ലാതെ വെച്ചതുകൊണ്ടാവും ഒരു രസം ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എടുത്തെറിയുക ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ അങ്ങനെ കുറേ വീഡിയോയും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഒന്ന് എന്തായാലും ഇപ്പോൾ കുറച്ചൊക്കെ വെക്കാനുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് വെച്ച് നോക്കാം. വെറുതെ എന്തിനാ ഇത്രയും നല്ലൊരു സാധനം വെറുതെ എന്തിനാ കളയണ എഴുതിയിട്ട് അപ്പോൾ ഒന്ന് പരീക്ഷണം നടത്താൻ വേണ്ടി നിൽക്കുകയാണ്. എന്താവോ എന്തോ, എന്തായാലും വെച്ച് നോക്കാമല്ലേ, ചാവൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ചേമ്പിൻ്റെ ഇലയിൽ മോളിങ്ങനെ വെള്ളം പിടിച്ച് നിൽക്കുന്നത്. അമ്മ ഇതെന്താ നനയാത്തത്, എത്ര വെള്ളമാക്കിയിട്ട് നനയണില്ല നിൽക്കുകയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ചേമ്പിൻ്റെ ഇല വെള്ളമാക്കിയാൽ നനയൂല പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ. അതിൽ പിന്നെ ചീരയും കാര്യങ്ങളൊക്കെ നമ്മൾ സാമ്പാർ ചീര പറിച്ച് കൂടുന്നതൊക്കെ നല്ലപോലെ കഴുകണം. കഴുകാൻ സമ്മതിക്കില്ല, ഈ ഒരു സാധനം ഒപ്പം ഉണ്ടാവും. എന്നിട്ട് പിന്നെ അതൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി പിന്നെ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ ഇളയ ഇലകളും ഇളയ തണ്ടും ഒക്കെ എടുത്ത് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാത്തവരും എന്തെങ്കിലും കമൻറ്റൊക്കെ ഒന്ന് ഇടുക, സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. അതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം ഉണ്ടാകുമ്പോഴെല്ലാവരും ചെയ്യുക. പിന്നെ പറഞ്ഞാൽ കമൻറ്റ് ഇടാൻ കഴിയാത്തവരുണ്ടാവില്ല, അപ്പോൾ അവരൊക്കെ ഒന്ന് ലൈക്ക് ഇടുക, അത്രേ ഉള്ളൂ കേട്ടോ.
അപ്പം അങ്ങനെ ലാസ്റ്റത്തെ ഒരു വീഡിയോ ആണ് പോകണം. ഒരു വിഷമമുണ്ട്, കാര്യങ്ങളുണ്ട്. പോവല്ലാതെ ഇപ്പം നിവർത്തിയില്ലല്ലോ, വെക്കേഷൻ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ പിന്നെ പോകണം. പക്ഷെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷമുള്ളത് വെച്ചാൽ ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. പുതിയൊരു ചാനൽ തുടങ്ങി അതിൽ വീഡിയോ ഇട്ട് സക്സസ് ആയത് ഇവിടെ നിന്നാണ്. ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ, ഇത് നല്ലോണം ഉണ്ട്. അപ്പം അങ്ങനെ ചീരയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ പിന്നെ തേങ്ങ പൊളിക്കാൻ നിന്നു. തേങ്ങ പൊളിക്കണ കണ്ടപ്പോൾ തന്നെ മൂപ്പര് വന്നിട്ടുണ്ട് ഗ്ലാസും കൊണ്ട്. ഇത് പിന്നെ എല്ലാവരുടെ അടുത്തുള്ള കലാപരിപാടി ഉണ്ടാവും, തേങ്ങ പൊളിക്കുമ്പോൾ മക്കൾ ഗ്ലാസും കൊണ്ട് വരിക. അപ്പോൾ തേങ്ങ ആണെങ്കിലോ ഞാൻ പൊളിയൂലാറിന് നിൽക്കണ പോലെ നിൽക്കണതുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ കൂടിയതൊക്കെ പൊളിഞ്ഞ് രണ്ടാളും കൂടെ പിടി വലിയ കൂടുമായിരുന്നു. അപ്പോൾ അങ്ങനെ തേങ്ങ വെള്ളത്തിന് ക്യൂ നിൽക്കൽ തുടങ്ങി. ഞാൻ പറഞ്ഞു കത്തിയാണ്, അങ്ങോട്ട് മാറി നിൽക്കുക, എടുത്ത് നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നീക്കി നിർത്തുകയാണ്. അതിൽ പിന്നെ വെള്ളം കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അങ്ങനെ അതും കുടിച്ചു എന്നോട് അടിപൊളിയായി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരെ നമ്മളെ ചീര വെക്കണമല്ലോ, ചീരനെ വെക്കാനുള്ള പരിപാടിയിലാണ്. അനിയത്തി പറഞ്ഞു, ഞാൻ അരിയണ കണ്ടപ്പോൾ തന്നെ അവൾ പറഞ്ഞു എന്നോട് അത് വെക്കേണ്ടത് രസമല്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കണം. പക്ഷെ വിട്ടു കൊടുക്കാൻ ഞാൻ തയ്യാറ് ആയില്ല. എന്തായാലും വേണ്ടില്ല, വെക്കട്ടെ, പോയാലൊരു ചീര, വെളിച്ചെണ്ണയും പോവില്ലേ, അത് നോക്കണ്ട. നല്ല പിന്നെ ഒക്കെ വെച്ച് നോക്കിയെങ്കിലല്ലേ അറിയുള്ളൂ. ജീവിതം തന്നെ ഒരു പരീക്ഷണമല്ലല്ലേ, അതിൻ്റെ ഇടയിലപ്പോൾ ഒരു ചീര പരീക്ഷിച്ച് നോക്കാൻ ഇത്ര പണി. അപ്പോൾ അങ്ങനെ നമ്മളെ ചെറുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മളെ അരിഞ്ഞ് വെച്ച നമ്മളെ ഈ ഒരു ചീര ഇട്ട് ഇളക്കി കൊടുക്കണം. അപ്പം അങ്ങനെ ആ ചീര ഒന്ന് ഇടുക. അങ്ങനെ ചീരയൊക്കെ ചട്ടിക്ക് ഇട്ടിട്ട് പിന്നെ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം അത് തന്നെ വെള്ളം ഉണ്ടാവും. അങ്ങനെ ഒരു വെള്ളമയമുള്ളൊരു ചീരല്ലേ. പിന്നെ ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഞാൻ അറിയാതെ അടച്ചു പോയി, അതുകൊണ്ട് തന്നെ വെള്ളം നല്ലോണം ഉണ്ടായിരുന്നു. അടയ്ക്കാതെ വെള്ളം വറ്റിക്കണം. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടിട്ട്, തേങ്ങ ഇട്ട വീഡിയോ എടുക്കാൻ കൂടിയില്ല കേട്ടോ. തേങ്ങ ചിരകിയത് ഇടുക, വെള്ളം വറ്റിയതിന് ശേഷം തേങ്ങ ചിരകിയത് ഇടുക. തേങ്ങ ചിരകിയത് ഇട്ട് പിന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ നടുക്കൊരു ചെറിയൊരു നടുക്കുന്ന എല്ലാ ഭാഗവും ഒഴിവാക്കിയിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് ഞാനൊരു ഒറ്റൊരു മുട്ട, കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പൊട്ടിച്ചൊഴിച്ചിട്ട് പിന്നെ അത് നല്ലോണം ഒന്ന് ചിക്കി എടുത്തിട്ട് ചിക്കി എടുക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാൻ ഞാൻ മറന്നിരുന്നു ഫസ്റ്റ്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മഞ്ഞൾപ്പൊടിയും മുട്ടയും എല്ലാതും കൂടെ ചിക്കി നല്ലോണം വേവിച്ചെടുക്കുകയാണ്. ഇനി മുട്ട വേണമെങ്കിൽ സെപ്പറേറ്റ് ചിക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ പിന്നെ അതിനൊന്നും നിന്നില്ല. ഇനി വേറൊരു പാത്രം നിരത്തണ്ടേ, അതിനൊന്നും നിന്നില്ല. പിന്നെ വിശപ്പ് കൂടി വരികയാണ്. ഇതൊട്ട് വെന്തിട്ട് വേണം തിന്നാൻ വേണ്ടി നിൽക്കണം. അപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു സംഭവം റെഡിയായി. പേരെന്താണെന്നും അറിയില്ല, പേരിലൊന്നും വലിയ കഥയല്ലല്ലോ, തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ അതും കൂട്ടിയുള്ള ആ ഒരു ഫുഡ് അടിയാട്ടോ പിന്നുള്ളത്. ഇന്നത്തെ വിഭവം എത്ര തന്നെ ഉള്ളൂ കേട്ടോ. ആ ഉപ്പേരി, ചീരയും മുട്ടയുള്ള ഉപ്പേരി, ഉണക്കൽമീൻ, തക്കാളി കറി. ഇനിയിപ്പോൾ മഴക്കാലമായില്ലേ, അപ്പം പണിയും കാര്യങ്ങളും